ഓരോ മേഖലയിലും അവരുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ച് അത് സക്സസ് ആക്കിയ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം, നെയ്യാറ്റിൻകരയുടെ സ്വന്തം, പുതിയ തലമുറയുടെ മാറുന്ന വീടെന്ന സങ്കല്പത്തിന്റെ, അതുപോലെ ബിൽഡിംഗ് എന്നുള്ള സങ്കല്പത്തിന്റെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് എല്ലാ മേഖലയിലും ഇന്ന് പുതുമ കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പോൾ പുള്ളിയുടെ സക്സസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീട്, വലിയ വലിയ ബിൽഡിംഗ് അങ്ങനെയൊക്കെയുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. ഈ 6 വർഷം കൊണ്ട് എത്ര നമ്മുടെ കസ്റ്റമേഴ്സിനെ, സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ കഴിയും? ഈ മേഖലയിൽ പോകുമ്പോൾ വെല്ലുവിളികളായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? വീട് വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ രാവിലെ ഉറക്കമൊഴിച്ച് നിങ്ങളുടെ ഡേ, ഒരു ദിവസം നിശ്ചയിക്കുന്ന നിങ്ങളെ വീടാണ്. ഈ വാലൻഫോർഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയാസ്, പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. ഈ അനാവശ്യമായി ക്യാഷ് കളയാതെ ഇങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, യങ് ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനത്തെ പുതിയ ഐഡിയാസുമായിട്ടൊക്കെ സാറിനെ സമീപിക്കാറുണ്ടോ? എനിക്കുള്ളത് കൊണ്ട് നല്ല രീതിയിൽ ചെയ്താൽ മതി എന്നുള്ള ആ രീതിക്കുള്ള ഒരു ഡിസൈൻ കാര്യങ്ങൾക്ക് സമീപിച്ചു കഴിഞ്ഞാൽ വീടെന്ന് ചിന്തിക്കുമ്പോൾ ഈ നമ്മൾ കണ്ടിരുന്ന ആ ഒരു മൈൻഡേ അല്ല അവരുടെ. എക്കോ ഫ്രണ്ട്ലി വീട് അതാണ്. പക്ഷെ അത് അകം അല്ലെങ്കിൽ അതിന്റെ ഇന്റീരിയർ എവിടെ, ഇതിന്റെ ഇപ്പൊ ഏത് ലെവലില് നിങ്ങൾക്ക് വീട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാർക്കറ്റിൽ ഏറ്റവും കോമ്പറ്റേറ്റീവ് കോസ്റ്റും ആയിരിക്കും. ഇതെന്റെ കാര്യം.